നെക്സ്റ്റ് ഇനി പറയാനുള്ളത് ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ചെയ്യുന്ന ഐറ്റംസ് ആണ്. സോ ബാലൻസ് ഷീറ്റിനകത്ത് ഫസ്റ്റ് ഐറ്റം സോഴ്സ് ഓഫ് ഫണ്ട്സ് ആണ്. സോഴ്സ് ഓഫ് ഫണ്ട്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരിക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സിനകത്ത് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ് വരും. അതിനുശേഷം ഷെയർ ക്യാപിറ്റലാണ് പറയുന്നത്. ഷെയർ ക്യാപിറ്റലിനകത്ത് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, ഇതൊക്കെയാണ് വരിക. ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഷെഡ്യൂൾ 5, ഷെഡ്യൂൾ 4 വരെയുള്ള നമ്മൾ പറഞ്ഞു. പ്രീമിയം, അതേപോലെ തന്നെ ക്ലൈം, ബെനിഫിറ്റ്സ് പെയ്ഡ്, അങ്ങനെ നമ്മൾ ഷെഡ്യൂൾ 4 വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കമ്മീഷൻ അങ്ങനെയെല്ലാം. ഈ ഷെഡ്യൂൾ 5-നകത്ത് ഇങ്ങനെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ്, ഷെയർ ക്യാപിറ്റൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുക. ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, ഇതെന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇതൊക്കെ നിങ്ങൾ മുമ്പ് ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ നെക്സ്റ്റ് ഷെഡ്യൂൾ 6 ആണ്. ഷെഡ്യൂൾ 6-നകത്ത് നമ്മൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുമ്പോൾ എല്ലാ കൈൻഡ്സ് ഓഫ് റിസർവ്സും, എല്ലാ ടൈപ്പ് റിസർവും വരും അതിനകത്ത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റൽ റിസർവ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, സെക്യൂരിറ്റി പ്രീമിയം, റീവാലുവേഷൻ റിസർവ്, ജനറൽ റിസർവ്, അതേപോലെ തന്നെ കാറ്റസ്ട്രോഫ് റിസർവ് എന്ന് പറഞ്ഞിട്ട് റിസർവ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറൽ കലാമിറ്റീസ് വന്നിട്ട് എന്തെങ്കിലും ലോസ് ഉണ്ടായാൽ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാറ്റസ്ട്രോഫ് റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഐ മീൻ ഇപ്പോൾ ഫ്ലഡ് വന്നു, എർത്ത് ക്യുക്ക് വന്നു, അങ്ങനെ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ്, ഭൂകമ്പമോ വെള്ളപ്പൊക്കമോ അങ്ങനെയൊക്കെ വന്നുണ്ടാകുന്ന നഷ്ടങ്ങൾ നികത്താനാണ് അത്തരത്തിലൊരു റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസും ഇതിനകത്താണ് കാണിക്കുക, റിസർവ്സ് ആൻഡ് സർപ്ലസിനകത്താണ് കാണിക്കുക. അതാണ് ഷെഡ്യൂൾ 6. പിന്നെ ഷെഡ്യൂൾ 7-നകത്ത് നമ്മൾ ബോറോയിങ്സ് ആണ് കാണിക്കുന്നത്. അതായത് ഇൻഷുറൻസ് കമ്പനിയുടെ കടങ്ങൾ, ഡിബഞ്ചേഴ്സ് കടപ്പത്രങ്ങൾ, ബോൺസ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്, ബാങ്ക് ലോണ്, ലോൺ ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് അതർ എൻറ്റിറ്റീസ്, ഇതാണ് നമ്മൾ ബോറോയിങ്സിൽ കാണിക്കുന്നത്. അതിൽ തന്നെ സെക്യൂർഡ് ബോറോയിങ്സും ഉണ്ട്, അൺസെക്യൂർഡ് ബോറോയിങ്സും ഉണ്ട്. ഇത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. നെക്സ്റ്റ് അതിനകത്ത് തന്നെ വരുന്ന കാര്യങ്ങൾ പോളിസി ഹോൾഡേഴ്സ് ഫണ്ട്. അതായത് പോളിസി ഹോൾഡറിൻ്റെ ഫണ്ട് നമ്മൾ പോളിസി ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക, ആ ഒരു ഹെഡിലാണ് കാണിക്കുക. അതേപോലെ തന്നെ അത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം എന്നാണ് പറയണത്. ഈ പോളിസി ഹോൾഡേഴ്സ് ഫണ്ടിനകത്ത് പോളിസി ഹോൾഡേഴ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫണ്ട്, അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം പറയുന്നുണ്ട്. പിന്നെ ലൈഫ് ഇൻഷുറൻസ് ഫണ്ട്, പെൻഷൻ ഓർ സൂപ്പർ ആനുവേഷൻ ഫണ്ട്, ഇതൊക്കെ ഈ ഹെഡിനകത്ത് തന്നെയാണ് കാണിക്കുക എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫണ്ട് ഫോർ ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻ ആണ്. ഫ്യൂച്ചർ അപ്രോപ്രിയേഷന് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഫണ്ട് അത് കാണിക്കും. ആ ഫണ്ടിൻ്റെ അപ്ലിക്കേഷൻസ് എന്തിനൊക്കെയാണ് അത് യൂസ് ചെയ്യണം എന്നുള്ള കാര്യമാണ് പിന്നെ കാണിക്കുന്നത്. ഇപ്പോൾ ഷെഡ്യൂൾ 8-നകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പറയുന്നത്. ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ പോളിസി ഹോൾഡേഴ്സിൻ്റെ ഫണ്ടും ഉണ്ടാവും, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടും ഉണ്ടാവും. അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് നമ്മൾ ഷെഡ്യൂൾ 8-നകത്ത് കാണിക്കും. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടല്ലോ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഷെഡ്യൂൾ 8-നകത്ത് പോളിസി ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് ഷെഡ്യൂൾ 8A-ക്കകത്താണ് കാണിക്കുക. അതിനകത്ത് തന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റും ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത് ലോൺസ് ആണ്. ഷെഡ്യൂൾ 9-ലാണ് ലോൺസിനെ കുറിച്ച് പറയുന്നത്. ലോൺസിന് നമ്മൾ സെക്യൂരിറ്റി വൈസ്, അതേപോലെ തന്നെ ബോറോവർ വൈസ്, പെർഫോമൻസ് വൈസ്, മെച്യൂരിറ്റി വൈസ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഷെഡ്യൂൾ 10 ഫിക്സഡ് അസറ്റ്സ് ആണ്. ഫിക്സഡ് അസറ്റ്സ് മീൻസ് ഗുഡ് വില്ല്, പേറ്റൻറ്റ്, കോപ്പി റൈറ്റ്, ഫ്രീ ഹോൾഡ് ലാൻഡ്, ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി, ബിൽഡിങ്സ്, ഫർണിച്ചർ ആൻഡ് പിക്ചേഴ്സ്, ഇൻഫർമേഷൻ ടെക്നോളജി എക്യുപ്മെൻറ്റ്സ്, അതായത് കമ്പ്യൂട്ടർ, സെർവേഴ്സ്, സോഫ്റ്റ്വെയർ, നെറ്റ്വർക്കിംഗ് എക്യുപ്മെൻറ്റ്സ്, വെഹിക്കിൾസ്, ഓഫീസ് എക്യുപ്മെൻറ്റ്സ് ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ നെക്സ്റ്റ് കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റിനെ തന്നെ രണ്ട് പാർട്ടാക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസും മറ്റൊന്ന് അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സും. ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസിനകത്ത് നമ്മൾ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസും മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസും, അതായത് ഷോർട്ട് ടേമിൽ നമുക്ക് ഹൈലി ലിക്വിഡായിട്ട് അവൈലബിൾ ആയിട്ടുള്ള അസറ്റുകളിനെയാണ് നമ്മൾ ഈ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഷെഡ്യൂൾ 11-നകത്താണ് അത് കാണിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സ് ആണ്. അത് ഷെഡ്യൂൾ 12-നകത്താണ് കാണിച്ചിരിക്കുന്നത്. ഇൻഷുറൻസ് കമ്പനിയുടെ അഡ്വാൻസസ്,
അപ്പം അതിനകത്ത് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. റിസർവ് ഡെപ്പോസിറ്റ് വിത്ത് സെല്ലിംഗ് കമ്പനി, ആപ്ലിക്കേഷൻ മണി ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, പ്രീ പേയ്മെൻറ്റ്സ്, അഡ്വാൻസസ് ടു ഡയറക്ടേഴ്സ് ആൻഡ് ഓഫീസേഴ്സ്, അഡ്വാൻസ് ടാക്സ് പെയ്ഡ്, അതേപോലെ തന്നെ അതർ അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഇൻകം അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് പ്രീമിയംസ്, ഏജൻസ് ബാലൻസ്, എമൗണ്ട്സ് ഡ്യൂ ഫ്രം അതർ എൻറ്റിറ്റീസ് ക്യാരിയിങ് ഓൺ ഇൻഷുറൻസ് ബിസിനസ്, ഡ്യൂ ഫ്രം സബ്സിഡറീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സിനകത്ത് വരുന്നത്. അത് ഷെഡ്യൂൾ 12 ആണ്. ഇനി ഷെഡ്യൂൾ 13 എന്ന് പറയുന്നത് കറണ്ട് ലൈബിലിറ്റി ആണ്. കറണ്ട് ലൈബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് പീരീഡിനകത്ത് കൊടുത്തു തീർക്കേണ്ട ലൈബിലിറ്റിയാണ് കറണ്ട് ലൈബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു 1 ഇയറിനകത്ത് കൊടുത്തു തീർക്കേണ്ടത്. ക്രെഡിറ്റേഴ്സ്, ഏജന്റ് ബാലൻസ്, ബാലൻസസ് ഡ്യൂ ടു അതർ ഇൻഷുറൻസ് കമ്പനി, പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, എമൗണ്ട് ഡ്യൂ ടു സബ്സിഡറീസ് ഓർ ഹോൾഡിംഗ് കമ്പനീസ്, ക്ലൈംസ് ഔട്ട്സ്റ്റാൻഡിംഗ്, ആനുവിറ്റീസ് ഡ്യൂ, ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. നെക്സ്റ്റ് ഷെഡ്യൂൾ 14 ആണ്. ഷെഡ്യൂൾ 14 അതിനകത്ത് പ്രൊവിഷൻസ് ആണ് എഴുതേണ്ടത്. പ്രൊവിഷൻസ് ഫോർ ടാക്സേഷൻ, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെ നമ്മൾ ഷെഡ്യൂൾ 14 കാണിക്കേണ്ടത്. പിന്നെ ബാലൻസ് ഷീറ്റിനകത്ത് നമ്മൾ നെറ്റ് കറണ്ട് അസറ്റ് കാണിക്കുമ്പോൾ കറണ്ട് അസറ്റിൽ നിന്ന് ഈ പ്രൊവിഷൻസ് ഡിഡക്ട് ചെയ്ത് കാണിക്കണം എന്ന് പറയുന്നുണ്ട്. കറണ്ട് ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ് കറണ്ട് അസറ്റിൽ നിന്ന് ഡിഡക്ട് ചെയ്തിട്ട് നമ്മൾ നെറ്റ് കറണ്ട് അസറ്റ് ബാലൻസ് ഷീറ്റിൽ കാണിക്കണം എന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് ഷെഡ്യൂളാണ് ഷെഡ്യൂൾ 15 എന്ന് പറയുന്നത്. ഷെഡ്യൂൾ 15 മിസിലേനിയസ് എക്സ്പെൻഡിച്ചർ ആണ് പറയുന്നത്. അതായത് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓഫ് ഡിബഞ്ചേഴ്സ് അതിനകത്ത് വരുന്നതാണ്. പ്രിലിമിനറി എക്സ്പെൻസസ്, ഇതൊക്കെ നമ്മൾ മിസിലേനിയസ് എക്സ്പെൻഡിച്ചറിനകത്ത് കാണിക്കേണ്ടതാണ്. ഇത്രയാണ് ബാക്കി ഷെഡ്യൂളിനകത്ത് ഷെഡ്യൂൾ 5 മുതൽ 15 വരെയുള്ള ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇനി ചില ഐറ്റംസ് ഔട്ട്സ്റ്റാൻഡിങ്സ്, പ്രീപെയ്ഡ്സ് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ചില ഐറ്റംസും അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമാണ് ഇനി പറയാനുള്ളത്. അത് കഴിഞ്ഞ് കുറച്ച് എൻട്രീസ്, അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടിയുള്ളൊരു പ്രോബ്ലം ചെയ്യാം.